കൊടുംകുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി കണ്ണൂർ സെൻട്രൽ ജയിലിൽ പരിശോധന നടത്തി. 6 മാസത്തിനുള്ളിൽ സർക്കാർ റിപ്പോർട്ട് നൽകുമെന്ന് അന്വേഷണ സമിതി അറിയിച്ചു. ജയിൽ ചാട്ടത്തിനൊപ്പം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 15 ജയിലുകളിലെ സുരക്ഷാ സംവിധാനങ്ങൾ പരിശോധിക്കാനാണ് സർക്കാരിന്റെ നിർദ്ദേശം. അന്വേഷണ സമിതി അംഗങ്ങളായ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ, മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി പരിശോധന നടത്തിയത്. ഗോവിന്ദച്ചാമിയുടെ ജയിൽച്ചാട്ടത്തിന് എങ്ങനെ സാഹചര്യമൊരുങ്ങിയെന്നതിലാണ് പ്രധാന പരിശോധന. ഒപ്പം ജയിലിലെ സുരക്ഷാ സംവിധാനങ്ങളുടെ പൊതുസ്ഥിതിയും വിലയിരുത്തും. എന്നാൽ ജയിൽച്ചാട്ടത്തിൽ ഉദ്യോഗസ്ഥതല നടപടിക്ക് സമിതി ശുപാർശ ചെയ്യില്ല. ഈ ജയിൽ ചാടിയതിന് ആരെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടോ, ആരുടെ ഭാഗത്തെങ്കിലും ഉണ്ടോ? അങ്ങനെ വ്യക്തിപരമായിട്ട് ആർക്കും ഇതിനായിട്ട് എൻക്വയറി ഞങ്ങൾ ചെയ്യുന്നില്ല. അത് ഡിപ്പാർട്ട്മെന്റ് എൻക്വയറിയുടെ ഭാഗമാണ്. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 15 ജയിലുകളിൽ കൂടി സമിതിയുടെ സന്ദർശനമുണ്ടാകും. തടവുകാരുടെ ബാഹുല്യവും ജീവനക്കാരുടെ കുറവും പരിശോധിക്കും. സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ജയിൽ ചാട്ടങ്ങൾ, സുരക്ഷ ഉൾപ്പെടെയുള്ളവയിൽ സർക്കാർ തീരുമാനം കൈക്കൊള്ളുക. അതേസമയം ആലുവയിൽ 5 വയസ്സുകാരിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അസ്വാക്കാലത്തിന് നേരെ വിയൂർ ജയിലിൽ വെച്ച് ആക്രമണമുണ്ടായി. സഹതടവുകാരൻ രഘുവാണ് അസ്വാക്കിനെ മർദ്ദിച്ചത്. ഇയാൾക്കെതിരെ വിയൂർ പോലീസ് കേസെടുത്തു. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.